വി.ഡി. സതീശൻ പരവൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന ഒരു നേതാവാണ്. കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒരു ആശയപരമായ ആദർശപരമായ നിലപാടുകൾ എടുക്കുന്ന ഒരു നേതാവാണ്. അതേ ഒരുപക്ഷെ അധികാരത്തിൽ വരാത്തുണ്ടായിരിക്കാം, വെറും MLA മാത്രമായിരുന്നുകൊണ്ടായിരിക്കാം. ഇനി മുഖ്യമന്ത്രിയാകുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മന്ത്രിയാകുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും കുറേ ആദർശം സൂക്ഷിക്കുന്നു. ഒരുപാട് നിലപാടുകൾ പുള്ളിക്കാരൻ പറയുന്ന ആളാണ്. അപ്പോൾ ആ നിലപാടുകൾ പറയുന്നതിന് ഭാഗമായി PV അൻവറിനെ സംബന്ധിച്ചൊരു നിലപാട് പറഞ്ഞു. പക്ഷെ PV അൻവറിനെ എടുക്കുകയും ചെയ്തു. ആ സമയത്ത് ആ നിലപാട് ശരി, ഈ സമയത്ത് ഈ നിലപാടും ശരി എന്നുള്ള ചിന്തിക്കുന്ന ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ്. എല്ലാ കാലത്തും അങ്ങനെ അൻവറിനോടൊരു ഇതില്ലല്ലോ. അപ്പോൾ അൻവറിനെ എടുത്തല്ലോ, ഒരു അസോസിയേറ്റ് മെമ്പറായിട്ട് അൻവറിനെ എടുത്തു. അപ്പോൾ വളരെ പ്രായോഗികമായ ചില നിലപാടുകൾ അദ്ദേഹം എടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയത് 40 സീറ്റായി തോറ്റുപോയത് കൊണ്ടാണ്. UDF 40 സീറ്റിലേക്ക് ഒഴുങ്ങി 100 സീറ്റ് LDFന് കിട്ടുകയും തുടർഭരണമൊക്കെ വന്നപ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ചോദ്യം ചെയ്യുകയും KPC പ്രസിഡന്റ് സ്ഥാനവും മാറണം, പ്രതിപക്ഷ നേതാവ് മാറണം എന്ന് പറഞ്ഞ് മൊത്തത്തിലൊരു മാറ്റം വന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ വലിയ ഒരു ഐക്യത്തിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് വയനാട് സമ്മേളനം കഴിഞ്ഞപ്പോൾ അവർ വലിയ ഐക്യത്തിലേക്കാണ്. ആ ഐക്യത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് പറയുമ്പോൾ ശശി തരൂർ ഒരു അക്കോമഡേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു നേതാവാണെന്നുള്ളൊരു തോന്നൽ കോൺഗ്രസിന് വരികയും ശശി തരൂർ നേമത്ത് മത്സരിച്ചുകൊണ്ട് പിന്നെ അവിടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി ശശി തരൂരിനെ ഒരു മന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ശശി തരൂർ മുഖ്യമന്ത്രിയാവുക പ്രയാസമായിരിക്കും. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായും വളരെ പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് രമേശ് ചെന്നിത്തലയും അതുപോലെ പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് പിന്നെ കെ മുരളീധരനും ശശി തരൂരും അതുപോലെ തന്നെ M.M. ഹസനും അടൂർ പ്രകാശ് മത്സരിക്കുമോ എന്നറിയില്ല. MP-മാരും മത്സരിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അടൂർ പ്രകാശ് വരുമോ അറിയത്തില്ല. പിന്നെ ഷാഫി പറമ്പലിനെ ഒരു ന്യൂനപക്ഷ മുഖമാക്കി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഒരു മന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത വളരെ വലുതാണ്. പക്ഷെ അപ്പോൾ സിദ്ദിഖ് നിൽപ്പുണ്ട്. സിദ്ദിഖ് MLA ആയിട്ടുണ്ട്, വയനാട് MLA ആയിട്ടുണ്ട്. സിദ്ദിഖും ചിലപ്പോൾ മന്ത്രിയാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വി.ഡി. സതീശൻ ഒരു പ്രാവശ്യം നയിക്കട്ടെ. ഇപ്പോൾ വി.ഡി. സതീശൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം കുറേ നിലപാടുകൾ പറയുന്ന കണ്ടു. രാജാവിൻ്റെ ചുറ്റും ഒരുപാട് പിന്നെ PR വർക്കുകാർ വന്ന് രാജാവിനെ ഇല്ലാതാക്കുമെന്നും അയാൾ ഈ സ്റ്റാലിൻ്റെ കഥയൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശമുണ്ട്. പക്ഷേ ഈ ഇവരെല്ലാം വെളിയിൽ നിൽക്കുമ്പോൾ വലിയ ആവേശവും ബഹളമൊക്കെ ഉണ്ടാക്കിയും അധികാരത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ മൊത്തം തലയിലെഴുത്ത് മാറ്റും, തലവിധി മാറ്റും എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ വന്നത്. അവസാനം ഒരു ദുരന്ത നായകനായി മാറുന്ന കഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അധികാരബന്ധത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും പിന്നെ വി.ഡി. സതീശൻ നല്ലൊരു ടീമിനെ നയിച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ലീഗിലുമൊക്കെ വലിയ തലമുറ മാറ്റമാണ് വരാൻ പോകുന്നത്. MK മുനീറിന് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടി ഒഴിച്ചുള്ള ഒരുപാട് പേര്, നെല്ലിക്കുന്ന് മത്സരിക്കുന്നില്ല, ഉബൈദ് മത്സരിക്കുന്നില്ല, ഒരുപാട് പേര് ലീഗിൽ മത്സരിക്കുന്നില്ല. കേരള കോൺഗ്രസിൽ ജോസഫ് സാർ മത്സരിക്കുന്നില്ല എന്ന് കേൾക്കുന്നു. അബുവിൻ്റെ പേരാണ്. ഇന്നലെ എല്ലാ ചാനലുകളും അബു ജോൺ ജോസഫിന്റെ, നമ്മൾ വളരെ നേരത്തെ വീഡിയോ ചെയ്തതാണ്, അബു ജോൺ ജോസഫിന്റെ പേര് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു മാറ്റത്തിന്റെ കഥ വരുന്നുണ്ട്. അതുപോലെ തന്നെ RSPയിൽ പുതിയ നേതൃത്വം, ഇരവിപുരത്ത് പുതിയ ചെറുപ്പക്കാരുടെ പേര് വരുന്നു. പിന്നെ ഷിബു ബേബി ജോൺ ആയിരിക്കും RSPക്ക് മന്ത്രി. പക്ഷേ അവിടെ നിന്ന് വേറെ പേര് വരുന്നത്, അവിടെ നിന്ന് വരുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ പേരാണ്. അതുപോലെ CP ജോൺ വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ചെറിയാൻ ഫിലിപ്പിന് താല്പര്യമില്ല, അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. ചാണ്ടി ഉമ്മന് പകരം വേറെ ആൾ അവർ വന്നാലും കുഴപ്പമില്ലെന്ന് ചാണ്ടി ഉമ്മൻ. ഇങ്ങനെ ഒരു ഒരുപാട് പുതുമുഖങ്ങളുടെയും വളരെ കുറച്ച് സീനിയർ നേതാക്കളുടെയും ഒരു കോമ്പിനേഷനിലായിരിക്കും ഈ വി.ഡി. സതീശന്റെ ഗവൺമെന്റ് പോവുക എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശന്റെ ഒരു പ്രാവശ്യം അദ്ദേഹം വരട്ടെ. കാരണം 10 വർഷം ഒരു മുന്നണി ഭരിച്ചല്ലോ. ഇനി പക്ഷേ പിണറായി വിജയൻ പറയുന്നത് 110 സീറ്റിൽ വരുമെന്നാണ്. അതൊരു അതിമോഹമോ വലിയ മോഹമായി പോയി. കാരണം ഇപ്പുറത്ത് പിന്നെ 100 സീറ്റിൽ വരും എന്ന് പറയുന്നത് കൊണ്ടായിരിക്കും അപ്പുറത്ത് 110 സീറ്റിൽ വേണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ പിണറായി വിജയൻ പറയുന്ന 110ഉം ഇവർ പറയുന്ന 100ഉം പിന്നെ BJP പറയുന്ന 10ഉം എല്ലാം കൂടി 220 സീറ്റ് വരെയുള്ള കഥ പറയും. 220 സീറ്റിന്റെ കഥ പറയാണ്. യഥാർത്ഥം 140 സീറ്റല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും പറ്റത്തില്ല. ആ 140-നകത്ത് നിന്നുള്ള കളിയെ നടക്കത്തുള്ളൂ. 110 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി 2-3 സീറ്റ് BJP കൊണ്ടുപോയാൽ 10-20 സീറ്റേ പിടിക്കുള്ളൂ കോൺഗ്രസ്. ഒരിക്കലും അങ്ങനെയല്ല. അതൊരു അശാസ്ത്രീയമായ ഒരു കണക്കാണ്. അങ്ങനെ ഒരു കണക്കിൽ പ്രസക്തിയില്ല. ആര് വന്നാലും 80-85 സീറ്റിനകത്ത് ചിലപ്പോൾ ഒരു ഹൈപ്പ്, ചിലപ്പോൾ ഒരു സീറ്റ്. 2 ട്രെൻഡാണ് എന്നും കേരളത്തിൽ കണ്ടിട്ടുള്ളത്. ഒന്നുകിൽ
ഒരു മിനിമം ട്രെൻഡിൽ നിൽക്കും 70, 72, 75. അല്ലെങ്കിൽ ഒരൊറ്റ പോക്കാണ് അങ്ങനെ പോകുന്നത്, 100 വരെയൊക്കെ പോകുന്ന ഒരൊറ്റ പോക്കാണ്. ഈ 2 ഫ്ലോയെ കേരളത്തിൽ വന്നിട്ടുള്ളൂ. പക്ഷേ 2 ഫ്ലോ വരുമ്പോൾ ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടനുബന്ധിച്ച് വന്നപ്പോഴുണ്ടായ ഒരു ഫ്ലോ, അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ ഈ പ്രളയം വന്നതിന്റെ ഭാഗമായി അവസാനം വന്നൊരു ഫ്ലോ, ഇങ്ങനെ 2-3 ഫ്ലോ വന്നിട്ടുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ബാക്കിയെല്ലാം ശരാശരി വോട്ടുകൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സീറ്റുകൾക്കകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും UDF അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. കാരണം 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം കൺസോൾട്ടേഷൻ നന്നായി UDF അനുകൂലമായി നിൽക്കുന്നു. ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ നന്നായി UDF അനുകൂലമായി നിൽക്കുന്നു. അതുപോലെ തന്നെ പിന്നെ മറ്റ് ഒരുപാട് സമുദായങ്ങളുടെ, ഇപ്പം NSS എടുത്താലും SNDP എടുത്താലും അവരൊക്കെ നേതാക്കൾ പറയുന്നതൊന്നുമല്ല കാര്യം. അവരുടെ അണികൾ നല്ലൊരു ഭാഗം UDF BJPക്കും അനുകൂലമായി നിൽക്കുന്നുണ്ട്. BJPയിലേക്ക് ഒരുപാട് ഇടതുപക്ഷ വോട്ടുകൾ പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ UDF വലിയൊരു അപ്പർ ഹാൻഡാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ശശി തരൂരിന്റെ പേരാണ് നിയമത്ത് വരുന്നതെങ്കിൽ വലിയ മത്സരമായിരിക്കും. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് കട്ടയ്ക്ക് കട്ട മത്സരമായിരിക്കും. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന് അവിടെ ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് ഫീൽ ചെയ്താൽ അത് മറ്റ് മണ്ഡലങ്ങളെയും ബാധിക്കും. ആ മണ്ഡലത്തിന് മാത്രമല്ല, അവിടുത്തെ 0 വന്നാൽ ഇപ്പുറത്തേക്ക്, മൈനസ് വന്നാൽ ഇപ്പുറത്തേക്കൊക്കെ അത് ബാധിക്കും. അപ്പോൾ വളരെ വലിയ തോതിലാണ് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും VD സതീശന്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ, ഇനിയിപ്പോൾ ഷാനിമോൾ ഉസ്മാനാണോ ബിന്ദു കൃഷ്ണയാണോ വനിത എന്നറിയില്ല, രമണി P നായരുണ്ട്, ഭാവനപുരത്ത് വരാൻ കിടക്കുന്ന ഒരു വനിതയാണ്. അപ്പോൾ ഇങ്ങനെ വനിതകൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളെ അവരിപ്പോൾ ദീപ്തി വേരി മർഗീസിനെ എറണാകുളത്ത് മത്സരിക്കുമോ, ഉമാ തോമസിനെ വീണ്ടും മത്സരിപ്പിച്ചിട്ട് ഉമാ തോമസിനെ മന്ത്രിയാക്കുമോ, വനിതകളെ മന്ത്രിയാക്കണം എന്നുള്ള സ്റ്റാൻഡ് വരികയാണെങ്കിൽ ഒരു വനിതയ്ക്കെങ്കിലും മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ വളരെ വലിയ, ഇപ്പോൾ ഈ ഗവൺമെന്റിലാണെങ്കിൽ 2 വനിതയുണ്ടല്ലോ, ചിഞ്ചു റാണിയുമുണ്ട് CPIയുടെ, CPMന് വീണ ജോർജുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഇപ്പോൾ VD സതീശൻ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശനാകട്ടെ, ഒരു പ്രാവശ്യം VD സതീശൻ മുഖ്യമന്ത്രിയായാൽ എങ്ങനെയായിരിക്കും ഒരു കേരളം. മറ്റൊരു കാര്യം VD സതീശൻ പറയുന്നുണ്ട്, ഓരോ പദ്ധതിക്കും ബദൽ കേരളം കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വികസനത്തിന്റെ പുതിയ വേരുകൾ തേടും എന്ന് തന്നെയാണ് VD സതീശൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരുപാട് എക്സ്പെർട്ടുകളുടെയും ഒരുപാട് സാങ്കേതിക വിദഗ്ധരുടെയും ഒക്കെ സഹായം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കും എന്നാണ് VD സതീശൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇനി 2 കാര്യം കൂടി കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതെല്ലാം വിശദമാക്കും. പിന്നെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ വലിയ പഠന പരിപാടികൾ കോൺഗ്രസ് പറയുന്നു. ഇങ്ങനെയല്ല. പിന്നെ സമരങ്ങൾ, രാപ്പകൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു, ശബരിമല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു വശത്ത് സമരം, ഒരു വശത്ത് ആശയതലം, ബൗദ്ധിക തലം, ഇതെല്ലാം കൂടി വരുന്ന ഒരു വലിയ ക്യാമ്പയിനിലേക്കാണ് UDF പോകുന്നത്. അതുകൊണ്ട് 2 പ്രാവശ്യം LDF ഭരിച്ചല്ലോ, ഇനിയും സാധ്യതകൾ മുന്നോട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇപ്രാവശ്യം VD സതീശന് നമുക്കൊരു ചാൻസ് കൊടുത്താൽ എന്ത് എന്നുള്ളതാണ് പുതിയൊരു ചിന്ത.